KSRTC മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു മന്ത്രി. വിവരങ്ങളുമായി ചന്തു ആണ് ചേരുന്നത്. ചന്തു, എന്തായാലും പരാതിയില്ലാത്ത സ്ഥിതിക്ക് കടുത്ത നടപടികളിലേക്ക് കടക്കണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി അടക്കം കൈക്കൊണ്ടതോടെ ആയിരിക്കാം നിലവിൽ ഈ അഭ്യൂഹങ്ങളൊക്കെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മാത്രമാണ് എന്ന നിലയ്ക്ക് ചുരുക്കി കാണിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് അല്പസമയം മുൻപ് KSRTC ചീഫ് ഓഫീസിലെ മെഡിക്കൽ സെന്ററിന്റെയും ഡയാലിസിസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനത്തിനായി മന്ത്രി KB ഗണേഷ് കുമാർ എത്തിയത്. അതായത് രാവിലെ പത്തനാപുരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുൻപ് ക്യാബിനറ്റിൽ പങ്കെടുത്തു. അതിനുശേഷം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി എന്ന നിലയ്ക്ക് തന്നെ മാധ്യമങ്ങളുടെ വലിയ നിര ഇവിടെ അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മാത്രമല്ല, വലിയ തരത്തിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ വലിയ ഒരു സുരക്ഷയും ഇവിടെ ഒരുക്കിയിരുന്നു. എന്തായാലും KSRTC ചീഫ് ഓഫീസിന് മുന്നിലെത്തിയ മന്ത്രി KB ഗണേഷ് കുമാറിനെ ചെണ്ടമേളത്തിന്റെ ഒക്കെ അകമ്പടിയോടുകൂടി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ആനയിച്ചാണ് ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്നത്. ആ കൊണ്ടുവരുന്ന വഴിയിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം തേടിയത്. പ്രധാനമായും ഈ മുഖ്യമന്ത്രിയെ കണ്ടോ, രാജി സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അതിൽ മാത്രമാണ് പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത്, ഈ അഭ്യൂഹം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നാട്ടുകാർക്കില്ല, അല്ലാതെ ഒരു അഭ്യൂഹവും ഇല്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഭാര്യ കഴിഞ്ഞ ദിവസം ഉയർത്തിയ ആരോപണങ്ങളെ കുറിച്ച് ഇന്ന് അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങൾ അതിനുശേഷവും അദ്ദേഹം മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനത്തിനായി അകത്തേക്ക് പ്രവേശിച്ചു. മെഡിക്കൽ സെന്റർ കയറി കാണുന്ന തരത്തിൽ അത് കഴിഞ്ഞ് അത് കണ്ടതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോഴും അദ്ദേഹം പ്രതികരിച്ചില്ല. അങ്ങനെ 3 തവണ മാധ്യമങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം കൂടുതലൊന്നും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ചടങ്ങിനോടനുബന്ധിച്ച് ഒരു ചെറിയ സമ്മേളന പരിപാടി നടക്കുന്നുണ്ട്. ആ സമ്മേളന പരിപാടിയിൽ മന്ത്രി KB ഗണേഷ് കുമാർ സംസാരിക്കും. ഈ സമ്മേളന പരിപാടിക്കിടെ, ഉദ്ഘാടന സമ്മേളനമാണ്, ആ പരിപാടിക്കിടെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പ്രസംഗത്തിൽ നടത്തുമോ എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടതുള്ളത്. എന്തായാലും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. എന്തായാലും വലിയ പരാതിയുമായി ഒന്നും ഭാര്യ പോകുന്നില്ല എന്ന് അവർ പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന നിലയിലേക്ക് അവരും പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമായും മന്ത്രി ക്ഷമ ചോദിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിൽ അവസാനിപ്പിക്കണമെന്നാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യയും ഇന്ന് മാധ്യമങ്ങളോട് ധാർമ്മിക പ്രശ്നം ഉയർത്തി പ്രതിപക്ഷം ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത് എന്ന് തന്നെയാണ് ചന്തുവാണ് നിലവിലെ വിവരങ്ങൾ നൽകിയത്.